ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് മുടി തഴച്ചു വളരാനുള്ള ഒരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുടി നല്ല സമൃദ്ധമായിട്ട് വളർത്താൻ കഴിയും. പൊട്ടാത്ത പിളരാത്ത ഒരു മുടി എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. നിങ്ങളെ മുടി കുറവുള്ള ആളാണ്, അല്ലെങ്കിൽ നിങ്ങളെ മക്കൾക്ക് മുടി കൊഴിയുന്നൊരു പ്രശ്നമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. എല്ലാവർക്കും അറിയുന്ന ആവണക്കെണ്ണയെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കാസ്റ്റർ ഓയിൽ. ആവണക്കെണ്ണ നമുക്ക് സുലഭമായിട്ട് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ആവണക്കെണ്ണയെക്കുറിച്ച് നമ്മൾ പലരും അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മുടിയില്ല, മുടി പൊട്ടിപ്പോകുന്നു, പിളർന്നു പോകുന്നു എന്നൊക്കെ പരാതി പറയുന്നത്. ആവണക്കെണ്ണ തേച്ചു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള മുടി വരും. നല്ല കൊഴിഞ്ഞു പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല മുടി സമൃദ്ധിയായി വളരുകയും ചെയ്യും. ആവണക്കെണ്ണ ഒരു 2 വീക്സൊക്കെ ഉപയോഗിച്ചാൽ മുടിയുടെ കൊഴിച്ചിൽ കുറയും. 1 മാസത്തോളമൊക്കെ ഉപയോഗിച്ചാൽ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. മുടിയില്ലാത്ത ഭാഗം നോക്കിയിട്ട് നമ്മൾ കാസ്റ്റർ ഓയിൽ നല്ല തേച്ച് പിടിപ്പിക്കുക. എന്നാൽ നമുക്ക് നല്ല മുടി വളർന്നു കിട്ടുന്നതായിട്ട് ആ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഈ നെറ്റ് കയറുന്ന ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ഈ എണ്ണ തേച്ച് കൊടുത്താൽ അവിടെ നന്നായിട്ട് മുടി വളരുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറയാം. ഈ ഓയിൽ തലയിൽ തേച്ച് കൊടുക്കുന്ന സമയം അത് ഏത് ഓയിലായാലും ശരി, വിരലിൻ്റെ അറ്റം വെച്ചായിരിക്കണം നമ്മുടെ തലയോട്ടിലോട്ട് അത് അപ്ലൈ ചെയ്യേണ്ടത്. നന്നായി മസാജ് ചെയ്യുമ്പോഴാണ് അത് ഹെയർ ഗ്രോത്തിനൊക്കെ സഹായിക്കുന്നത്. കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പായിട്ട് ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂറിന് ശേഷം അത് കഴുകി കളഞ്ഞാൽ മതി. കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കേണ്ട രീതി പറയാം. കാസ്റ്റർ ഓയിൽ 2 ടീസ്പൂണ് എടുക്കുക. ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ട് അതിലോട്ട് 2 ടീസ്പൂൺ തന്നെ കോക്കനട്ട് ഓയിൽ എടുക്കുക. അതായത് സമാസം എടുക്കുക, കോക്കനട്ട് ഓയിലും ആവണക്കെണ്ണയും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്യാം. നമ്മളെ മുടിയുടെ അറ്റം പിളരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ല, അവിടെയൊക്കെ നല്ല തേച്ചെടുത്താൽ അതൊക്കെ മാറി കിട്ടും. ആവണക്കെണ്ണ തലയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഏഴുള്ള ചീർപ്പ് ഉപയോഗിച്ചിട്ട്, അതായത് പല്ലുകൾക്കിടയിൽ ഗ്യാപ്പുള്ള ഒരു ചീർപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തല ചീക്കി കൊടുക്കുക. ഇത് തല ചീക്കുന്ന സമയത്ത് തലയോട്ടിയിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നതിനും ആവണക്കെണ്ണ തലയിലോട്ട് പിടിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ചീകി കൊടുക്കുന്നത്. ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് പോലും ഒരു സൈഡ് എഫക്റ്റ് പോലും ഇല്ലാതെ തേച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു എണ്ണയാണിത്. അപ്പോൾ മുടി കുറവുള്ള കുട്ടികളാണ് വീട്ടിലുള്ളത് എന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്കും തേച്ച് കൊടുക്കുക. ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഒരു 5 മാസം തൊട്ടിട്ടൊക്കെ തേച്ച് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് നല്ല മുടിയുണ്ട്, മാഷാ അല്ലാഹ്, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞു കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോഴും മുതിർന്നവർക്ക് ഉപയോഗിക്കുമ്പോഴും ആവണക്കെണ്ണയുടെ കൂടെ സമാസമായിട്ട് കോക്കനട്ട് ഓയിലും ഉപയോഗിക്കുക. അതായത് കോക്കനട്ട് ഓയിൽ എത്രയാണോ എടുക്കുന്നത് ആവണക്കെണ്ണ അത്ര എടുക്കുക. രണ്ടും തുല്യ അളവിലെടുത്ത് ഉപയോഗിക്കുക. നമ്മൾ ഈ ഓയിൽ എപ്പോൾ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ കട്ടി ഒന്ന് കുറച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അതായത് പറ്റുകയാണെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രണ്ടും കൂടിയും വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും മിക്സ് ചെയ്തിട്ട് അത് സമാസമം എടുത്ത് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കിയിട്ട് തേച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ചൂടുള്ളൊന്നും വേണ്ട, ഒരു ഇളം ചൂട് മതി. പക്ഷേ ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ജലദോഷം, കഫക്കെട്ട്, ചുമ തുടങ്ങിയതൊക്കെ ഉണ്ടായിരിക്കാം. അത് 2-3 ദിവസം ഉപയോഗിക്കുമ്പോൾ അതങ്ങനെ മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ആവണക്കെണ്ണ നമുക്ക് കൺപീലി വളരാനും പുരികം വളരാനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. കൺപീലി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ മസ്കാര ഉണ്ടല്ലോ, അതിൻ്റെ ഒഴിഞ്ഞ ബോട്ടിലെടുത്തിട്ട് അതിൽ കുറച്ചാക്കി വെച്ചിട്ട് അതിൻ്റെ ബ്രഷ് ഉപയോഗിച്ചിട്ട് എല്ലാ ദിവസവും തേച്ച് കൊടുത്താൽ അതിൻ്റെ ഗ്രോത്ത് നമുക്ക് തന്നെ മനസ്സിലാവുന്നതാണ്. ഇനിയിപ്പോൾ പുരികത്തിൻ്റെ കട്ടി കൂട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബഡ്സ് ഉപയോഗിച്ചിട്ട് അതിൽ ആവണക്കെണ്ണ എടുത്ത് നമുക്ക് വരച്ച് കൊടുക്കാം. അതും ഡെയിലി ചെയ്യണം, എന്നാലാണ് നമുക്കതിൻ്റെ ഗ്രോത്ത് മനസ്സിലാക്കാൻ കഴിയുക.
എന്തൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും അത് ഡെയിലി കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അത് മുടി വളരുന്ന കാര്യം എന്ന് പോട്ടെ, എല്ലാ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. ഒരു 4 മാസം അല്ലെങ്കിൽ ഒരു 40 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് തേച്ചാൽ മുടി കൊഴിഞ്ഞു പോകില്ല എന്നുള്ളതിലൊരു ഉറപ്പ് നൽകുന്നൊരു കാര്യമാണ്. ആവണക്കെണ്ണ എന്ന് പറയുന്നത് ഒരു കൊഴുത്ത എണ്ണ ആയതുകൊണ്ട് അത് തലയിൽ തേച്ച് ഉറങ്ങുന്നതൊന്നും അത്ര നല്ലതല്ല. പെട്ടെന്ന് തന്നെ അസുഖം വരാൻ സാധ്യതയുണ്ട്. മറ്റുള്ള ഓയിലൊക്കെ തേക്കുമ്പോൾ ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഈ ഓയിൽ തേച്ചാൽ പൂർണ്ണമായും അതിൻ്റെ പ്രശ്നം മാറി. എല്ലാ ദിവസവും തേക്കണം എന്ന് പറഞ്ഞത് ഇത് കുറഞ്ഞ അളവിൽ തേച്ച് കൊടുത്താൽ മതി. കൂടുതൽ ക്വാണ്ടിറ്റിയിലൊന്നും തേക്കരുത്. എന്നിട്ടൊരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയുകയും വേണം.